ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ്. അപ്പോൾ തമ്പലൈനിലൊക്കെ കണ്ടു കാണും, നമ്മുടെ യൂട്യൂബ് റവന്യൂ വന്നു. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് ആദ്യമേ ഞാൻ ഓർത്ത് ചെയ്യണ്ടെന്ന് ഓർത്തു. അത് നമുക്ക് നമ്മുടെ തന്നെ ഒരു സ്വകാര്യമായിട്ടിരിക്കട്ടെ ഓർത്തു. പിന്നെ ഞാൻ ഓർത്തു അത് ചെയ്തെങ്കിൽ ചുമ്മാ നമ്മൾ വീട്ടിൽ ഇരുന്ന് സമയം കളയുന്നവർക്കൊക്കെ അതൊരു മോട്ടിവേഷൻ ആകുകയുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ചെയ്യാനില്ല എന്നോർത്തിരിക്കുന്നവർ, എന്നെപ്പോലെ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ ജോലിയൊക്കെ നിർത്തി വീട്ടമ്മയായിട്ട് മാറുന്നവർക്കൊക്കെ ആണെങ്കിലും അതൊരു മോട്ടിവേഷൻ ആകുമല്ലോ എന്നോർത്താണ് എന്നാൽ ഞാനത് ചെയ്തേക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷത്തോളമായി. നമ്മുടെ ചാനൽ അത് അന്നൊക്കെ തുടങ്ങിയപ്പോൾ നമ്മൾ വല്ല കാലത്തുമൊക്കെ ഓരോ വീഡിയോ ഇടും, അല്ലാതെ നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുവോ അല്ലെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമോ നമ്മൾ ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ അത് അപ്പം നമുക്ക് നെറ്റിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു, വീഡിയോ അപ്ലോഡ് ആകാൻ താമസം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞാനത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമുക്കങ്ങനെ സബ്സ്ക്രൈബർ, ആദ്യമൊക്കെ നമുക്ക് 1 സബ്സ്ക്രൈബർ 2 സബ്സ്ക്രൈബറൊക്കെ ആയിരുന്നു നമ്മുടെ ചാനൽ തുടക്കത്തിൽ കയറി. പിന്നെ എൻ്റെ കുറേ സ്റ്റുഡൻസ് പിള്ളേർ ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്ത് അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത്, പിന്നെ നമ്മുടെ ഷട്ടിൽ കോർട്ടിൽ കളിക്കുന്നവർ അവരൊക്കെയായിരുന്നു നമ്മുടെ ആദ്യത്തെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത്. പിന്നെയാണ് നമുക്ക് പുറത്തുള്ളവർ നമ്മൾ ഡെയിലി വീഡിയോസ് ഇടാൻ തുടങ്ങി, നമ്മുടെ വീഡിയോ കാണാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കമൻറ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ. എന്നാൽ നമ്മൾ ഇങ്ങനെ വീടിനകത്ത് ഒതുങ്ങിക്കൂടി നമ്മൾ 10-15 വർഷം നമ്മൾ ജോലി ചെയ്തിട്ട് പെട്ടെന്ന് നമ്മളിങ്ങനെ വീട്ടിലേക്ക് ഒതുങ്ങിക്കൂടി കഴിയുമ്പോൾ നമുക്കതൊരു ഭയങ്കര ഒരു എന്താ പറയുന്നത് ഡിപ്രഷൻ പോലെ നമ്മളെ ബാധിച്ചു. പിള്ളേരുടെ പഠിത്തം, പിള്ളേരെ സ്കൂളിൽ വിടില്ല, പിന്നെ വീട്ടിലെ ജോലി, ഇതൊക്കെ ആയിട്ടെങ്കിൽ നമ്മൾ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ ജോലി നിർത്തിയെന്ന് പറഞ്ഞാൽ നമ്മളെ കൊറോണ സമയത്താണ് ഞാൻ ജോലി റിസൈൻ ചെയ്യുന്നത് തന്നെ. അതുവരെ ഈ ഞാൻ ട്രെയിനിങ് കോളേജിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റുഡൻറ്റ്, അവിടുത്തെ ആ ജീവിതം, അതൊക്കെ ഒരു ഭയങ്കര ഒരു രസമായിരുന്നു. നമ്മൾ രാവിലെ പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു, നമ്മൾ എന്താ പറയുക, നമ്മൾ ഭയങ്കര ലൈഫ് ആസ്വദിച്ച് പോയിരുന്നു. പിന്നെ പെട്ടെന്ന് നമ്മൾ ആ കൊറോണയുടെ ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊന്നും ചെയ്യാനില്ലാതെയൊക്കെ വന്നപ്പോഴത്തേക്ക് ആകെപ്പാടെ നമുക്കതൊരു ബുദ്ധിമുട്ടായി. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ വീട്ടിൽ ഇരുന്ന സമയത്താണ് ഞാൻ പഠിപ്പിച്ച പിള്ളേരൊക്കെ ഒത്തിരി വിദേശത്തുണ്ട്. അപ്പോൾ അവരൊക്കെ എന്നോട് ചോദിക്കും, മിസ്സേ ഈ ചുമ്മാ വീട്ടിലിരിക്കുന്ന എന്തെങ്കിലും ചെയ്തുകൂടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പുകളൊക്കെ തുടങ്ങിക്കൂടെ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതിനൊക്കെയുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പ് തുടങ്ങുക, ഇതൊക്കെ ഒന്ന് കൊറോണയുടെ ടൈമാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തെ എല്ലാവരുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അതൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ നമുക്കങ്ങനെ അതിലേക്ക് എനിക്കൊരു താല്പര്യമില്ല, റോജാൻ വിടാനൊരു ഇഷ്ടമില്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ആങ്ങളെ ആദ്യമേ എന്നോട് പറയുന്നത്, എടി നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ, നീ നന്നായിട്ട് കുക്ക് ചെയ്യുമല്ലോ, നിനക്ക് ബ്യൂട്ടീഷ്യൻ അറിയാം, ഫാഷൻ ഡിസൈനിങ് അറിയാം, നിനക്കിതെല്ലാം അറിയാമല്ലോ, അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയായിട്ട് നിനക്കൊരു കുക്കിംഗ് ചാനൽ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ നിനക്ക് തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് യൂട്യൂബിനെ കുറിച്ചൊന്നും അറിയത്തില്ല. ഞാനങ്ങനെ യൂട്യൂബ് സെർച്ച് ചെയ്യുന്നയാളോ അല്ലെങ്കിൽ മൊബൈൽ കാണുന്നയാളോ ഒന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു തന്നിട്ട് അവൻ തന്നെ എനിക്കൊരു ഇമെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത്, എനിക്ക് അതിന് മുമ്പേ ഒരു ഇമെയിൽ ID പോലും ഇല്ലായിരുന്നു. കാര്യം പറഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയ യുഗത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വ്യക്തിയല്ലായിരുന്നുകൊണ്ട് എനിക്കൊരു ഇമെയിൽ ID ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവൻ തന്നെ എനിക്കൊരു ദിവസം ഇതുപോലെ ഒരു ഇമെയിൽ ID ഒക്കെ ക്രിയേറ്റ് ചെയ്ത് ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി തന്നു, ജോയ്സ് കിച്ചൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യമേ തുടങ്ങി തന്നു. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാൻ അറിയത്തില്ല. അപ്പം നമ്മളിതിനകത്തൊന്നും ഈ യൂട്യൂബിനകത്തോ അല്ലെങ്കിൽ ഇതിനകത്തൊന്നും നമ്മൾ വരാത്തതുകൊണ്ട് നമുക്കിതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലായിരുന്നു. അങ്ങനെ എനിക്ക് എഡിറ്റിംഗ് ഒക്കെ മോനാണ് എഡിറ്റ് ചെയ്ത് തന്നത്. അങ്ങനെ എഡിറ്റ് ചെയ്ത് അവൻ തന്നെ വീഡിയോ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് ഇട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് അത് നമ്മൾ ഇട്ട് കൊടുക്കും, വാട്സപ്പിൽ ഞാൻ വീഡിയോ എടുത്ത് അയച്ചു കൊടുക്കും, അത് എഡിറ്റ് ചെയ്ത് അവരിട്ട് തരും. അങ്ങനെയൊക്കെ കുറേ നാൾ പോയി കഴിഞ്ഞ് പിന്നെ ഞാൻ എഡിറ്റിങ്, അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ എന്നോട് പറഞ്ഞു, മിസ്സിനെ കൊണ്ട് അത് പറ്റും, പിള്ളേരൊക്കെ പറഞ്ഞു മിസ്സിനെ കൊണ്ട് പറ്റും, മിസ് അത് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എഡിറ്റിംഗ് ഒക്കെ ഇരുന്ന് പഠിച്ചു. എഡിറ്റിംഗ് ഒക്കെ പഠിച്ച് ഞാൻ സ്വന്തമായിട്ട് വീഡിയോ ഇടാൻ തുടങ്ങി. ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്ക് സബ്സ്ക്രൈബറൊക്കെ ആയി. നമ്മുടെ ചാനൽ പയ്യെ ഗ്രോ ചെയ്ത് വരാൻ തുടങ്ങി. 4-5 കമൻറ്റുകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ വെച്ചുള്ള പരിപാടി ആയതുകൊണ്ട് വലിയ അങ്ങനെ നമുക്ക് എപ്പോഴും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ പിന്നെ ഇടയ്ക്ക് കുറച്ച് ദിവസത്തെ ഇത് വന്നു. അപ്പോൾ പിന്നെ നമ്മുടെ ആ ചാനൽ താഴോട്ട് പോയി. പിന്നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇട്ട് വന്നപ്പോഴാണ് പിന്നെ നമ്മുടെ മോണിറ്റൈസേഷൻ ആയത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് ടൈമും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് പൈസ കിട്ടുമെന്നായിരുന്നു എൻ്റെ വിചാരം മൊത്തം. പക്ഷേ അങ്ങനെയൊന്നും അല്ല, നമുക്കതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ടാസ്ക്കാണ്. നമ്മൾ ആദ്യമേ ഈ 4000 വാച്ച് ടൈമും
1000 സബ്സ്ക്രൈബറും കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക, നമ്മുടെ ID വെരിഫിക്കേഷനുണ്ട്, നമ്മൾ മോണിറ്റൈസേഷൻ അത് പൂരിപ്പിച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് പിൻ ലെറ്റർ വരും. ആ പിൻ ലെറ്റർ നമ്മുടെ ID വെരിഫിക്കേഷനായിട്ട് അവർ അയക്കുന്നതാണ്. അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ പാസ്പോർട്ടോ പാൻ കാർഡോ ഒക്കെ വെച്ച് നമ്മളത് സബ്മിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ടാക്സിൻ്റെ ഇതുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി കടമ്പകളുണ്ട് നമുക്കിത് ചെയ്ത് വിടാണ്ട്. എനിക്ക് ആദ്യം ഇതൊന്നും അറിയത്തില്ലായിരുന്നു. ഞാൻ പലരോടും ചോദിച്ച് അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തൊന്നുമല്ല, ഞാൻ ഇങ്ങനെ ചെറിയ പിള്ളേരോടൊക്കെ അവരോടൊക്കെ ചോദിച്ചൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്തത്. എനിക്കിവിടെ 1-2 പിള്ളേരത് ചെയ്ത് ആദ്യത്തെയൊക്കെ എൻ്റെ വെരിഫിക്കേഷനൊക്കെ അവരാണ് എനിക്ക് ചെയ്ത് തന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഏതായാലും ആയി, നമുക്ക് ഇത് വന്നു. പിന്നെ നമ്മുടെ ബാങ്കിലേക്ക് നമുക്ക് അവർ ഡോളർ അയച്ചിട്ടിടുമ്പോൾ നമുക്ക് മെയിൽ വന്നു. പക്ഷേ അന്നേരമൊക്കെ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് വന്നില്ല. അപ്പം ഞാൻ ബാങ്കിൽ ചെന്നപ്പോൾ നമ്മുടെ പാൻ കാർഡും ഒക്കെ ആയിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് ഒക്കെ കഴിയുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഇതുമില്ലാതെ നമുക്ക് പൈസ കയറി, നമ്മുടെ അധ്വാനത്തിൻ്റെ ഫലം നമുക്ക് കിട്ടി. അത് ചെറിയ ഇതാണെങ്കിൽ പോലും നമുക്ക് ഇത്രയും വർഷം നമ്മൾ ജോലിയൊക്കെ ചെയ്തിട്ട് പിന്നെ നമുക്കൊരു വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണത്. അല്ലെ നമ്മളെല്ലാ കാര്യത്തിനും നമ്മൾ മറ്റൊരാളുടെ അടുത്ത് ചോദിക്കുന്ന തരാതിരിക്കുന്നതുകൊണ്ടൊന്നും അല്ല. പക്ഷേ നമുക്ക് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് നമ്മൾ വേറൊരാളുടെ അടുത്ത് കൈ നീട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ എന്നെപ്പോലൊക്കെ ജോലി ചെയ്ത് സാലറി വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ല, നേരത്തെ തൊട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ടാണ് അപ്പം നമുക്കൊരു സന്തോഷമാണ്, നമ്മുടെ യൂട്യൂബ് കയറുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പം ഞാനിത് പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി പേര് വീട്ടമ്മമാരല്ലെങ്കിൽ വീട്ടിൽ ഇരിക്കുന്നവർ ചുമ്മാ ഇരിപ്പുണ്ടല്ലോ, നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, രാവിലെ പിള്ളേരെ വിട്ടു, പിന്നെ പിള്ളേരുടെ കാര്യങ്ങൾ നോക്കി വീടും തുടച്ച് തുണി ഇളക്കി ഇങ്ങനെ ഇരിക്കുന്ന ഒത്തിരിയും പേരുണ്ട്. അപ്പോൾ നമുക്ക് ഇരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒത്തിരി ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്കൊരു യൂട്യൂബറായിട്ട് വർക്ക് ചെയ്യുന്നതിനകത്ത് വലിയ ഇതൊന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ടൊരു ഇമെയിൽ ID ഉണ്ടായി, അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ നമ്മൾ വീട്ടിൽ ഇരിക്കുവാണെങ്കിൽ, നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരുന്ന സമയം വേസ്റ്റ് ആക്കുവാണെങ്കിൽ നമുക്കിതൊക്കെ ചെയ്യാം. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് 10 രൂപയ്ക്ക് അല്ലെ 10 പൈസ ആരോടും ചോദിക്കാതെ നമുക്ക് പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ചെയ്യാം. എന്നെയൊക്കെ സംബന്ധിച്ച് എനിക്ക് പുറത്ത് ജോലിക്ക് ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ രാവിലെ പോയിട്ട് 3 മണിയാകുമ്പോഴത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ വരുമാനം കൊണ്ട് വീട് കഴിഞ്ഞ് പോകാൻ വേണ്ടിയല്ല ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഓൾറെഡി തുടങ്ങിയത്. അപ്പം ഞാനോർത്ത് നേരത്തെയൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഒത്തിരിയും പേരെ ഞാൻ സഹായിക്കുന്നൊരു വ്യക്തിയായിരുന്നു. അത് ഞാൻ എന്താ പറയുന്നത്, ഉച്ചഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ആ പൈസയും സൂക്ഷിച്ച് വെക്കുമായിരുന്നു. നോയമ്പുകൾ വരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതെൻ്റെ സാലറിയിൽ നിന്ന് ഞാനത് ഒരു സൂക്ഷിച്ച് വെച്ച ഒരു വലിയ എമൗണ്ട് ആകുമ്പോൾ ഞാനത് എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു സോഷ്യൽ ചാരിറ്റബിൾ ഇത് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുറേ വർഷങ്ങളായിട്ട് 6-7 വർഷമായിട്ട് അങ്ങനെയൊന്നും ചെയ്യാൻ എനിക്കില്ലാതെ വന്നപ്പോഴത്തേക്ക് അത് തന്നെയല്ല, എനിക്ക് വീട്ടിൽ ഇരുന്ന് ജോലിയൊന്നും ചെയ്യാനില്ല, അല്ല നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നമ്മളെ ഒരു ഭയങ്കര ഡിപ്രഷൻ അവസ്ഥയിലേക്കാണ് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും വാട്സപ്പിലൊക്കെ പിള്ളേരൊക്കെ സ്റ്റുഡൻസ് ഒക്കെ മെസ്സേജ് വിടും, മിസ് എന്നാ എടുക്കുവാണ്, സുഖമാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴും നമ്മൾ കഴിഞ്ഞ കാലമാണ് നമ്മൾ ഓർക്കുന്നത്, നമ്മൾ ആ ജോലി ചെയ്ത കാലം അതൊക്കെ സന്തോഷമായിട്ടായിരുന്നു. ഇപ്പം നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരുന്ന് ഈ സമയം വേസ്റ്റാക്കി കളയുവാണല്ലോ എന്ന് ഓർത്തപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. അപ്പം ഇതിനകത്ത് എനിക്ക് ഈ വരുമാനം കിട്ടാനുള്ള മുഖ്യ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് ഓരോരുത്തരും, ഈ വീഡിയോ കാണുന്നവർ ഓരോരുത്തരുമാണ്. അപ്പം ഞാനത് 1000 സബ്സ്ക്രൈബറോ 2000 ആയപ്പോഴൊന്നും ഞാനത് കേക്ക് മേടിച്ചോ ഒന്നും ഞാനത് ഇത് ചെയ്തിട്ടില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 1000 രൂപയുടെ ഒരു കേക്ക് മേടിച്ച് ഞാനത് തന്നെ മുറിച്ച് ഇവിടെ കഴിച്ച് കഴിയുമ്പോൾ ആ 1000 രൂപ അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ ആ 1000 രൂപ ഞാൻ ആ കേക്ക് മേടിക്കാനുള്ള പൈസ അല്ലെങ്കിൽ അത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടാണ് ഞാൻ ഈ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ ഞാൻ സ്ഥിരമെന്ന് പറയാനായിട്ട് എനിക്കൊരു ഹാർട്ട് പേഷ്യൻ്റ് ഒരു അമ്മച്ചി വരുന്നുണ്ട്, എല്ലാ മാസവും വരും. ആ അമ്മച്ചിക്ക് ഞാൻ 1 മാസത്തെ മരുന്നിനുള്ള പൈസ എൻ്റെ ഇതിൽ നിന്ന് ഞാനിങ്ങനെ ഈ സൂക്ഷിച്ച് വെക്കുന്ന പൈസയിൽ നിന്നാണ് ഞാൻ കൊടുക്കുന്നത്. മരുന്നിനുള്ള പൈസയും കൊടുക്കുന്നുണ്ട്, പിന്നെ അവരുടെ 1 മാസത്തെ വീട്ടിൽ ചിലവ് അതൊക്കെ ഞാൻ കൊടുത്തു വിടുന്നുണ്ട് ഓരോ മാസം. എന്നെക്കൊണ്ട് കഴിയുന്ന പ്രവൃത്തി ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് പുറത്ത് പോയി ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അനാഥ മന്ദിരത്തിൽ നമ്മൾ വേളാങ്കണ്ണിക്കൊക്കെ പോകുന്ന സമയങ്ങളിൽ നമ്മളവിടെ ഈ മദർ തെരേസയുടെ ചാരിറ്റബിൾ ഇതുണ്ട്, അവിടെ നമ്മൾ 100 പേരുണ്ട്, അവർക്കുള്ള 1 മാസത്തെ ഫുഡിനുള്ള പൈസ കൊടുത്തിട്ട് പോരാറുണ്ട്. അതൊക്കെ എൻ്റെ വരുമാനമല്ല, നമ്മുടെ കുടുംബത്തിൻ്റെ ഇതിൽ നിന്ന് കൊടുത്തിട്ട്, റോജാൻ്റെ വരുമാനത്തിൽ നിന്ന് കൊടുത്തിട്ട് പോരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ തന്നെ നമ്മൾ നാഗമ്പടത്ത് എല്ലാ ചൊവ്വാഴ്ചയും പോകുമ്പോൾ നമ്മൾ ഇത്ര പേർക്കുള്ള ഫുഡ് നമ്മൾ മേടിച്ചു കൊണ്ട് കൊടുക്കാറുണ്ട്. ഇതൊന്നും പബ്ലിക്കിന് മുമ്പിൽ വിളിച്ച് പറയണമെന്ന് ഓർത്തിട്ടല്ല, നമ്മളിങ്ങനെ ഈ കിട്ടിയ പൈസ നമ്മൾ ചിലവാക്കി നമ്മൾ ആരെയും കാണിച്ചുകൊണ്ടല്ല, നമ്മളല്ലാതെ തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത്.
പിന്നെ അങ്ങനെ നമ്മളാൽ കഴിയുന്ന ഒത്തിരി സഹായങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് മറ്റുള്ളവർക്ക്. അതിപ്പോൾ നമ്മൾ പബ്ലിക്കിന് മുമ്പ് എനിക്ക് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ ഇന്നടത്ത് കൊണ്ട് ഇന്നത് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ പബ്ലിക്കിന് മുമ്പിൽ ഒരു ചാറ്റിയായിട്ട് വിളിച്ചു പറയാനുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ അതൊന്നും എടുക്കാത്തത് കേട്ടോ. ഞാനിവിടെ തന്നെ ചിലപ്പം ചോറ് ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണമാണ് എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ ഇവിടെ വെച്ച് 10-20 പേർക്കുള്ളത് കൊണ്ടുപോകും. ഇല്ലെങ്കിൽ ഞാൻ നമ്മൾ കോട്ടയത്ത് ചെന്ന് കടകളിൽ പറഞ്ഞിട്ട് അത് അവിടുന്ന് പാഴ്സലായിട്ട് വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ആരുടെ മുമ്പിൽ എന്താ പറയുന്നത് ഇങ്ങനെ എടുത്ത് കാണിക്കേണ്ട ഒരു കാര്യമൊന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ ചെയ്യുക. ഒരു നേരത്തെ ഭക്ഷണമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ ഈ യൂട്യൂബിൻ്റെ ഇത് കിട്ടിയപ്പോഴും ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തത്. നമുക്കത് പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് നമുക്കത് കാണിക്കാനായിട്ടുള്ള താല്പര്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണക്കാർ നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പോൾ ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഈ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നുണ്ട്. പിന്നെ ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ഉണ്ടാകണം. മുന്നോട്ടുണ്ടെങ്കിലേ മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്നെക്കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള സഹായങ്ങളൊക്കെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഞാനിതെടുത്ത് വീട്ടിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾക്കോ ഒന്നുമല്ല നമ്മൾ വിനിയോഗിക്കുന്നത്. ഇവിടെ റോജാനുള്ളത് എന്തെങ്കിലും കിട്ടിയെന്നോ അല്ലെങ്കിൽ അതെന്നാ ചെയ്തെന്നോ എന്നോട് ചോദിക്കാറില്ല. അപ്പം ഞാനതിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലൊക്കെ ചുമ്മാ ഇരിക്കുന്നവർ, ഒന്നും ചെയ്യാനില്ലാത്തവർ, എല്ലാത്തിനും ഭർത്താക്കന്മാരുടെ മുമ്പിൽ കൈ നീട്ടുന്നവർ, ജോലിക്ക് പോകാൻ പറ്റുന്നില്ലാത്തവരൊക്കെ ഇങ്ങനെ ആദ്യമേ ഒന്നും വലിയ കാര്യമായിട്ടൊന്നും നമുക്ക് കിട്ടുകയായിരുന്നേ. നമ്മൾ ആദ്യമേ ഒന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പാടായിരിക്കും. നമുക്ക് കുക്കിംഗ് അറിയാവുന്നവരോ അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കഴിവുകളനുസരിച്ച് നമുക്കതൊരു വ്ളോഗായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എന്താണ് കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കത് ചെയ്യുവാണെങ്കിൽ നമുക്ക് കുടുംബത്തിനൊരു താങ്ങായിട്ടും തണലായിട്ടൊക്കെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ ഇതൊക്കെ പറ്റും. അപ്പം അന്നേരം ഒന്നും നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി അന്നേരം ഒന്നും കിട്ടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനത് 3 വർഷം എന്നെ ഒത്തിരി പേര് കളിയാക്കിയവരുണ്ട്. നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ളവർ കളിയാക്കിയവരുണ്ട്, പരിഹസിച്ചവരുണ്ട്. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, നീ ഇതാണോ പഠിച്ചത്, അല്ലെങ്കിൽ നീ ഇതാണോ ജോലി ചെയ്തുകൊണ്ടിരുന്നേ, നിനക്ക് വേറെ പണിയൊന്നുമില്ലെന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചവരുണ്ട് കേട്ടോ. നമ്മുടെ കുടുംബത്തിലുള്ളവർ ഒത്തിരി പേര് കളിയാക്കിയവരുണ്ട്. ഇത് വേറെ പണിയൊന്നുമില്ല, നിർത്തിക്കോ, അല്ലെങ്കിൽ ഇതുകൊണ്ടൊന്നും ആകുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കളിയാക്കിയവരുണ്ട്. പക്ഷേ അവരുടെയൊക്കെ മുമ്പിൽ ഞാൻ എന്താ പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ആകണം എന്നുള്ള ഒരു രീതിക്ക് നമ്മൾ ക്ഷമയോട് കൂടി പിടിച്ച് നിന്നാണ് ഈ 3 വർഷം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്തത് ഇപ്പോഴാണ്. ഇത് കുറച്ച് ദിവസമായി ഇത് എല്ലാം ഓക്കെ ആയി വന്നിട്ട് എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടും സമയങ്ങൾ കൊണ്ടും ഒക്കെ ഇപ്പോഴാണ് എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എല്ലാവരും എന്താ പറയുന്നത് ഇങ്ങനെയൊക്കെ വീട്ടിലിരിക്കുന്നവരൊക്കെ ചെയ്യണം. പിന്നെ മുന്നോട്ടും എൻ്റെ ചാനൽ ജോസി സ്ട്രീം വേൾഡ് എന്ന ചാനൽ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പേജ് ചെയ്തിട്ടുണ്ട്, അതും ജോസീസ് കിച്ചൺ എന്നാണ്. അതൊന്ന് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ എന്നാ പറയുന്നത് കുഞ്ഞു ജീവിതം. ഇവിടെ ഇരിക്കുന്ന സമയങ്ങളിലുള്ള പരിപാടികളാണിത്. രാവിലെ 10 തൊട്ട് 3 മണി വരെയാണ് ഞാൻ ഫ്രീ ആകുന്നൊരു സമയമെന്ന് പറഞ്ഞ് പിള്ളേരെയൊക്കെ വിട്ട് ഇവരെല്ലാം പോയി കഴിഞ്ഞു. ആ ഒരു സമയത്ത് എനിക്ക് ഇഷ്ടംപോലെ വീട്ടിലെ പണികളുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ വിട്ടിട്ടുള്ള സമയങ്ങളിലാണ് ഞാൻ ഈ ചെയ്യുന്ന എഡിറ്റിങ്ങും കാര്യങ്ങളും വീഡിയോ ഇടിയിലും ഇതെല്ലാം ചെയ്യുന്ന ആ ഒരു സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ എനിക്ക് എന്നെക്കൊണ്ട് ഇത് പറ്റും. എനിക്കിതൊന്നും അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളോ സോഷ്യൽ മീഡിയ എന്താണെന്ന് പോലും അറിയത്തില്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ ജീവിതം എന്ന് പറയുമ്പോൾ രാവിലെ കോളേജിൽ പോകുന്നു, പിള്ളേർ ക്ലാസ് എടുക്കുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. ഇതായിരുന്നു എൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ആ ഒരു ഇതിൽ നിന്ന് മാറ്റി ഒത്തിരി എന്നെ ഈ ഒരു അവസ്ഥയിലേക്ക് ഞാൻ വന്നെങ്കിൽ അതിന് ഉള്ള കാരണം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. എനിക്ക് പറ്റുമെങ്കിൽ എന്നെപ്പോലെ ഇങ്ങനെ എന്താ പറയുന്നത് ഒരു ആൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യം തന്നെയാണിത്. ഇച്ചിരി നമ്മൾ ശകലം റിസ്ക് എടുക്കണം, അല്ലെങ്കിൽ ശകലം കാര്യങ്ങൾ ചെയ്യണം, ഇച്ചിരി സമയം അതിനായിട്ട് സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വീട്ടിലുള്ളവർ സപ്പോർട്ട് കിട്ടുമെന്നോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർ സപ്പോർട്ട് കിട്ടുമെന്നോർത്തൊന്നും നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റിയല്ല. ആരെന്ത് ചിന്തിക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്കൊരു കാര്യം മുന്നോട്ട് പോകാനും പറ്റിയല്ല. നമ്മുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ 100% കറക്റ്റെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യും. അതിപ്പം ആരോടും അതിന് അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. ഇപ്പം നമുക്ക് വൈഫൈ കണക്ഷനൊക്കെ ആണെങ്കിലും എടുക്കുന്നവർക്ക് പെട്ടെന്ന് അപ്ലോഡാകും, അല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ നെറ്റ് എപ്പോഴും ചാർജ് ചെയ്യുന്നതല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നു. ഒത്തിരി വലിയ ലോങ് വീഡിയോ ഒന്നും ഇടണ്ടെന്നേ ഉള്ളൂ. ആദ്യം ചെറിയ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി. അപ്പം ഞാനും ഇതുപോലെ ആയിരുന്നു. ആദ്യം പിള്ളേരുടെ കളികൾ, അല്ലെങ്കിൽ പിള്ളേർ സൈക്കിൾ ചവിട്ടുന്നത്, ഇതൊക്കെയായിരുന്നു ഞാനും ഇടുന്നത്. അങ്ങനെ ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ ഒരു ലോങ് വീഡിയോ ഒക്കെ ഇടാനായിട്ട് നമ്മൾ ഇതായത്. ഇപ്പം ഇത്രയും വലിയൊരു 8500
പേരോളം ഉള്ള ഒരു ഫാമിലി ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടേത് ചെറിയതാണ്. നമ്മൾ എന്താ പറയുക, എന്നെ സംബന്ധിച്ചത് വളരെ വലുതാണ്. അപ്പോൾ അതിനെല്ലാവരും സബ്സ്ക്രൈബ് എല്ലാവരോടും ഒത്തിരി നന്ദി പറയുന്നു. വീഡിയോ കാണുന്നവരോട് ഇനി സപ്പോർട്ട് ചെയ്യണം, അല്ലെ ഈ വീഡിയോസൊക്കെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മുന്നോട്ട് നമുക്ക് പോകണമെങ്കിൽ ഒത്തിരി നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ളൂ. ഞാനിവിടെ ഇരുന്ന് വീഡിയോ യൂട്യൂബിൽ ഇട്ടെന്നോർത്ത് ഒരിക്കലും ഞാൻ ഇതിനകത്ത് ഗ്രോ ചെയ്ത് മുന്നോട്ട് പോവുകയില്ല. എന്നെ കണ്ടിട്ടില്ലാത്ത, എന്നെ അറിയത്തില്ലാത്ത ഒത്തിരി നല്ല മനുഷ്യരുടെ സപ്പോർട്ട് സഹകരണമാണ് ഞാൻ ഇതിനകത്ത് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലുള്ളത്. അപ്പോൾ ഒരിക്കൽ കൂടി പിന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒത്തിരി ഒത്തിരി നന്ദി. എനിക്കാരും നേരിൽ കണ്ട് പറയാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്കറിയില്ല. പക്ഷേ എന്നെ അറിയാത്ത ഒത്തിരിയും പേര് നമ്മുടെ ചാനലിനെ സ്നേഹിക്കും, ഒത്തിരിയും പേര് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും ഓർക്കുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. അപ്പം അങ്ങനെ നമ്മുടെ 3 വർഷത്തെ കാത്തിരിപ്പിനുള്ള യൂട്യൂബ് റവന്യൂ ആണ് നമുക്കും വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ആ സന്തോഷം ഈ സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങളാണ് എനിക്ക് നേടിത്തന്നത്. അപ്പോൾ അവരോടും പറഞ്ഞില്ലെങ്കിൽ ശരിയാകുകയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത്. നമുക്ക് യൂട്യൂബ് റവന്യൂവിൽ നിന്ന് ഉള്ളൊരു വീഡിയോ ഞാൻ പറയുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉള്ള കാര്യങ്ങളുണ്ടായിരിക്കും. എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നത്. നമുക്കൊരു ചാനൽ തുടങ്ങി 4000 വാച്ച് ടൈമും 4000 മണിക്കൂറും 1000 സബ്സ്ക്രൈബർ ആയി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മോണിറ്റൈസേഷൻ ഫോം നമുക്ക് കിട്ടും. അത് നമ്മൾ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ടാണ് നമുക്ക് ആദ്യമേ വരുന്നത്. നമുക്കത് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റാണ് നമുക്ക് നമ്മുടെ ID നമ്മൾ കൊടുത്തിരിക്കുന്ന വെരിഫിക്കേഷൻ ചെയ്യാനാണ്. നമുക്ക് പിൻ ലെറ്റർ വരും, നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ വരും. ഇതെല്ലാം കറക്റ്റായിട്ടാണ് യൂട്യൂബ് ചെയ്യുന്നത്. നമ്മൾ ഓർക്കുകയോ ഇതെങ്ങനെ ചെയ്യും അല്ലെ എങ്ങനെയാണെന്ന് ഓർക്കും. പക്ഷേ അതിനൊന്നും ആവശ്യമില്ല. നമുക്ക് കറക്റ്റായിട്ട് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അങ്ങനെയാണ് എനിക്ക് ആദ്യം ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര പേടിയായിരുന്നു, എന്നാ ചെയ്യണമെന്ന് ഓർത്തുകൊണ്ട്. അപ്പം എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. അപ്പം വീട്ടിൽ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ചെറുതായിട്ടൊക്കെ തുടങ്ങി നോക്കുന്നത്. എല്ലാവർക്കും അത്യാവശ്യം കുക്കിങ്ങൊക്കെ അറിയാവുന്നവരാണ്. അങ്ങനെയൊക്കെ നോക്കിക്കണം. ഇപ്പോൾ നമ്മുടെ യൂട്യൂബിനകത്തൊക്കെ സെർച്ച് ചെയ്തല്ലേ എല്ലാവരും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇട്ട് പോവുകയാണെങ്കിൽ നമുക്കും ഇത് മുന്നോട്ട് ഇങ്ങനെയൊക്കെ വീട്ടിൽ ഇരിക്കുന്ന വീട്ടമ്മമാർക്കെന്നോ ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. കൃഷിയായിട്ടോ അല്ലെ എന്തായിട്ടാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ഞാൻ പറയാൻ വന്ന കാര്യങ്ങൾ. അപ്പോൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം. വീണ്ടും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പം നാളെ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ, ഞാൻ ഡെയിലി വീഡിയോസ് ഇടുന്നുണ്ട് കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.